ഹായ് ഫ്രണ്ട്സ്, ഇടുക്കി വിഷു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കിച്ചൺ ടിപ്സായിട്ട് തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണിത്. നിങ്ങളെല്ലാവരും കണ്ടു നോക്കൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ആരും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്കെല്ലാവർക്കും വീടുകളിലൊക്കെ മീനൊക്കെ വാങ്ങിക്കാറുണ്ട്. അതൊക്കെ വെട്ടിക്കഴിയുമ്പോഴത്തേനും ഭയങ്കര സ്മെല്ലാകാറുണ്ട് കൈക്കൊക്കെ. നമ്മളുടേതായ രീതിയിലൊക്കെ നമ്മൾ ട്രൈ ചെയ്യും അതിൻ്റെ മണം പോകാനായിട്ട്. കയ്യിലെ ആ ഒരു ഉളുമ്പ് മണം ഉണ്ടല്ലോ, അത് പോകാനായിട്ട്. ഹോട്ടലുകളിലൊക്കെ ചെയ്യുന്നൊരു ടിപ്സാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിനകത്ത് നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ നാരങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ അതിനകത്ത് കുറച്ച് വാടിയ നാരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ മതിയാവും നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു വാടിയ നാരങ്ങ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നോക്കാം. എനിക്കിന്നിവിടെ കിട്ടിയിരിക്കുന്നത് നമ്മളുടെ നത്തോലി ഉണ്ടല്ലോ, നത്തോലി എന്നൊക്കെ പറയും, പല പേരുകളിൽ ഇതറിയപ്പെടും എന്നറിയാം. നമ്മുടെ നാട്ടിൽ ഇതിന് നത്തോലി എന്നാണ് പറയുന്നത്. അപ്പം ഒഴുകാന്നും പറയും കേട്ടോ. ഒഴുകമീനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒഴുകമീനിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുക ആദ്യമായിട്ട്. ഇത് വാഷ് ചെയ്തിട്ടൊന്നുമില്ല, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചട്ടിയിലേക്ക് ഇട്ടേക്കുന്നത്. എന്നിട്ട് കുറച്ച് കല്ലുപ്പ് അതിനകത്തേക്ക് വെതറി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് ആ ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുക. അപ്പോൾ ഈ നത്തോലി മീനിനകത്ത് ചെറുതായിട്ടുള്ള കുറച്ച് ചെതുമ്പലുകൾ കാണാം. നമുക്ക് കത്തി കൊണ്ട് കളയാൻ വളരെയധികം സമയമെടുക്കും. ഇതുപോലെ ചെയ്യുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ആ ചെതുമ്പൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുവേ. ഇതുപോലെ നന്നായിട്ടൊന്ന് അങ്ങ് പ്രസ് ചെയ്തങ്ങ് ഇതാക്കി കൊടുത്താൽ മതിയാകും. നല്ല വൃത്തിയായി കിട്ടും. മീനുകളൊക്കെ കിട്ടുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം ഒരുപാട് വിഷാംശമൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ മീനുകൾക്കകത്തൊക്കെ. അപ്പോൾ എല്ലാവരും കെയർഫുള്ളായിട്ട് വേണം മീനൊക്കെ യൂസ് ചെയ്യാനായിട്ട്. കണ്ടോ, ഇതുപോലെ നന്നായിട്ടങ്ങ് ഞാനൊരു 5 മിനിറ്റോളം എടുത്തു കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട്. അതിന് ശേഷമാണ് ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും. കണ്ടോ, ഇതുപോലെ വരും കേട്ടോ. നമ്മുടെ ആ ചെതുമ്പിലൊക്കെ നമുക്ക് കറക്റ്റ് കാണാനായിട്ട് സാധിക്കും. അതിനകത്തുനിന്ന് കുറച്ച് ചട്ടിയുടെ അടിയിലേക്കെല്ലാം പോയി കിടക്കും. അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മളുടെ നത്തോലി മീനിൻ്റെ ചെതുമ്പിലൊക്കെ നമുക്ക് ഇങ്ങനെ അങ്ങ് മാറ്റി കൊടുക്കാം. കണ്ടോ നത്തോലി മീനിൻ്റെ ചെതുമ്പിലൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വൃത്തിയാക്കാനും വളരെ എളുപ്പമായിരിക്കും. ആ മീനിൻ്റെ മേത്തുള്ള ഒരു നമ്മൾ കയ്യിൽ പിടിച്ച വഴുതി പോകുന്ന രീതിയിലായിരിക്കും നമുക്ക് കിട്ടുമ്പോൾ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വഴുവഴുപ്പും കൂടി മാറിക്കിട്ടും. ഇനി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക. അതിന് ശേഷം വേണം നമുക്ക് മീൻ വെട്ടാനായിട്ട് ആരംഭിക്കാൻ. കണ്ടോ, നമ്മളുടെ ചെതുമ്പൽ നല്ല വേഗത്തിൽ പോയി കിട്ടി. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാനിവിടെ നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പം നല്ല ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട് നമ്മളുടെ മീൻ. നമുക്കിപ്പം പിടിച്ച് വെട്ടാനായിട്ടും അതിൻ്റെ ആ തലയൊക്കെ കളയാനായിട്ടും വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ അങ്ങ് എടുത്തു കൊടുത്താൽ മതിയാകും. വളരെ സിമ്പിളാണ്, കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ. പക്ഷെ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നത്തോലിയൊക്കെ കറി വെച്ച് കഴിക്കുന്നത് നല്ല ഹെൽത്തിയും കൂടിയാണ്. കുറേ കാൽസ്യം കണ്ടൻറ്റ് അതിനകത്തുണ്ട്. അപ്പം ഫ്രൈ ആയിട്ട് വേണമെങ്കിലും പീരയായിട്ട് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നമ്മളുടെ ടിപ്പിലേക്ക് പോവാം. അതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് വിനാഗിരിയാണ്. ഞാനിവിടെ കുറച്ച് വിനാഗിരി നമ്മളുടെ കയ്യിൽ എത്രമാത്രം ആവശ്യമുണ്ടോ അതനുസരിച്ച് ആ ഒരു സമയത്തേനുള്ളത് ഉണ്ടാക്കിയെടുത്താൽ മതിയാകും. അപ്പം ഞാനൊരു 1 ടീസ്പൂണോളം വിനാഗിരി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മളുടെ ടൂത്ത് പേസ്റ്റാണ്. ടൂത്ത് പേസ്റ്റ് കുറച്ച് മതി കേട്ടോ. ഈ ഒരു അളവിലിട്ട് കൊടുക്കാം. നമുക്ക് ഒരുപാട് മീനൊക്കെ വെട്ടാനുണ്ടെങ്കിൽ നമ്മളുടെ ഉളുമ്പ് മണം മാറാൻ നല്ല പാടാണ്. കുറച്ച് മീനൊക്കെ ആണെങ്കിൽ നമുക്ക് വേഗം തന്നെ കൈ വാഷ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ കുറേ അധികം മീൻ വെട്ടാനുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും അത് ഭയങ്കര സ്മെല്ലായിട്ട് നമ്മുടെ കയ്യിൽ നിൽക്കും. ആ സമയത്ത് ഇങ്ങനെയൊന്ന് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. ഇനി വേണ്ടത് നമ്മളുടെ കാപ്പിപ്പൊടിയാണ്. വീടുകളിൽ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സാധനമാണ് കാപ്പിപ്പൊടി. അപ്പം നമ്മളെടുത്തിരിക്കുന്ന ആ ബൗളിലേക്ക് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കൈയുടെ ആ ഒരു സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കാപ്പിപ്പൊടിയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കൊരു നല്ലൊരു സോഫ്റ്റ്നെസ് കൂടെ കിട്ടും കേട്ടോ നമ്മളുടെ കൈക്ക്. വിനാഗിരി നേരിട്ട് ഉപയോഗിക്കുമ്പം നന്നായിട്ട് റഫായി പോകും. പക്ഷെ നമ്മൾ കാപ്പിപ്പൊടിയും കൂടി ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു സോഫ്റ്റ്നെസ് കൂടി നമ്മളുടെ കൈക്ക് കിട്ടും. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം. ഇത് നമുക്കുണ്ടാക്കി വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടിപ്പാണ്, വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. എല്ലാവരും ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്കുകളൊക്കെ പറയാൻ മറക്കരുതേ. നന്നായിട്ട് നമ്മളുടെ ആ ഒരു
ബാഡ് സ്മെല്ലൊക്കെ കയ്യിൽ പോകാനായിട്ട് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്യാം. അടുത്ത ടിപ്പ് എല്ലാവർക്കും അറിയാവുന്ന ടിപ്പാണ്. നമുക്ക് നാരങ്ങ നന്നായിട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് നമ്മളുടെ കൈകളിലൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. നല്ല ഇഫക്റ്റീവാണ് കേട്ടോ. ഇത് കുറച്ച് മീനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. നല്ല എളുപ്പമുണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ നാരങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് കിട്ടുകയും ചെയ്യും നമ്മളുടെ കൈകൾ. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമുക്കടെ വീട്ടിലുള്ള കുറച്ച് പാത്രങ്ങളെക്കുറിച്ചാണ് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും മൺചട്ടി നല്ല ഹെൽത്തിയാണ്. നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് ഒരുപാട് കാലം മുമ്പ് ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് മൺചട്ടി എന്ന് പറയുന്നത്. മൺചട്ടി മേടിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മൺചട്ടി അവർ തന്നെ നമുക്ക് നന്നായിട്ട് കരിച്ച് തരുന്ന കറുത്ത കളറിലുള്ള മൺചട്ടിയുണ്ട്. അതാണ് കേട്ടോ കൂടുതലും നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ മേടിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു മൺചട്ടി തന്നെ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ മോഡലിലുള്ള മൺചട്ടി മേടിച്ചാൽ നമുക്ക് നന്നായിട്ട് പാടായിരിക്കും അതൊന്ന് നീറ്റാക്കി എടുക്കാനായിട്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീൽ പാത്രങ്ങളാണ്. എല്ലാവരും യൂസ് ചെയ്യാറുള്ളതാണ് സ്റ്റീൽ പാത്രങ്ങൾ. നന്നായിട്ട് നമുക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. സ്റ്റീൽ പാത്രത്തിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെൽത്തിനും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും സ്റ്റീൽ പാത്രങ്ങളിലുള്ള കുക്കിംഗ് കൊണ്ട് യാതൊരു പ്രോബ്ലംസും വരാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ സ്റ്റീൽ പാത്രങ്ങൾ കൊണ്ടുള്ള കുക്ക് വെയർ സെറ്റുകളൊക്കെ വാങ്ങിക്കുക എന്നുള്ളത്. അത് നല്ല കട്ടിയുള്ള പാത്രങ്ങൾ തിരഞ്ഞെടുക്കുക. അല്ലാത്ത പാത്രങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വേഗം അത് കരിഞ്ഞു പിടിച്ച് പോകും. നമുക്ക് വൃത്തിയാക്കാനും പറ്റില്ല. അപ്പം കുറച്ച് പൈസ നോക്കാതെ കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങിക്കുവാണെങ്കിൽ അത് നമുക്ക് ഹെൽപ്ഫുള്ളാവും. പിന്നെയുള്ളത് അലുമിനിയം പാത്രമാണ് കേട്ടോ. അലുമിനിയം പാത്രങ്ങൾ മാക്സിമം ഒഴിവാക്കുക. കണ്ടോ, ഈ ഒരു അലുമിനിയം പാത്രത്തിന് എൻ്റെ ചീനിച്ചട്ടിയാണ് കണ്ടോ, അതിനകത്തുള്ള അലുമിനിയം ഒക്കെ ഇളകിപ്പോയിട്ടുണ്ട്. നമ്മൾ എത്ര സൂക്ഷിച്ചാലും അലുമിനിയം നമുക്ക് റിയാക്ഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അലുമിനിയം കുക്ക് ചെയ്യാനായിട്ട് എടുക്കാതിരിക്കുക. ഇനി അലുമിനിയം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പുളിരസമുള്ള യാതൊരു സാധനങ്ങളും അലുമിനിയത്തിൽ ഉപയോഗിക്കാതിരിക്കുക. എങ്കിൽ മാത്രമാണ് നമുക്കത് വല്ല പപ്പടം വറക്കാനോ അതിനൊക്കെ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ പുളിരസമുള്ള സാധനങ്ങൾ എടുത്താൽ അലുമിനിയം ഇങ്ങനെയുള്ള രീതിയിലേക്ക് മാറും. അതുകൊണ്ട് അലുമിനിയം ഹെൽത്തിന് അത്ര നല്ലതല്ല. അത് കുക്കറൊക്കെ നമുക്ക് വീട്ടിൽ അലുമിനിയം തന്നെ ആയിരിക്കും. പക്ഷേ അതിൽ പാകം ചെയ്തതിന് ശേഷം നമ്മൾ അപ്പം തന്നെ വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റുക. നമ്മളുടെ ആവശ്യങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും കുക്കറിലൊന്നും സാധനങ്ങൾ അടച്ചു വെക്കരുത്. ഇത് അലുമിനിയം തന്നെയാണ്, പക്ഷേ ഒരു കോട്ടിങ്ങോട് കൂടി വരുന്നൊരു പാത്രമാണ് കേട്ടോ. ഈ പാത്രം വളരെയധികം നല്ലതാണ്. കോട്ടിംഗ് ഒന്നും ഇളകി പോകുന്നേ ഇല്ല. പക്ഷേ അതിനുള്ളൊരു ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇതുപോലെ കളറ് പിടിക്കും. നമ്മളുടെ ആ ഒരു ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ മഞ്ഞ കളറൊക്കെ അതിൻ്റെ ചട്ടിയിലൊക്കെ പിടിച്ചിട്ടുണ്ട്. അത് എത്ര തേച്ച് കഴുകിയാലും പോകത്തില്ല. പക്ഷേ ഇത് കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് നല്ല ഇഫക്റ്റീവാണ്. നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് ഈ പാത്രം. അപ്പോൾ ഇതെടുക്കുന്നവർക്കും വാങ്ങിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ കളറിന് കുറച്ച് പ്രശ്നങ്ങളിങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത പാത്രം നമ്മളുടെ ഇരുമ്പ് പാത്രമാണ്. ഇരുമ്പ് പാത്രം വളരെയധികം ഹെൽത്തിന് നല്ലതാണ്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. നല്ല യൂസ്ഫുള്ളാണ് ഇരുമ്പ് പാത്രം. ഇരുമ്പ് പാത്രം യൂസ്ഫുള്ളാണ്, പക്ഷേ സംരക്ഷിക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഉപയോഗിച്ചതിന് ശേഷം നന്നായിട്ട് എണ്ണയൊക്കെ തടവി നന്നായിട്ട് ഗ്യാസിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം എണ്ണയൊക്കെ തടവി മാത്രം എടുത്തു വയ്ക്കുക. അപ്പം നമുക്ക് വളരെ കാലം, വർഷങ്ങളോളം, നമുക്ക് തലമുറകളോളം സൂക്ഷിക്കാൻ പറ്റും. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ചട്ടി. നല്ല യൂസ്ഫുള്ളാണ് ഈ മൺചട്ടി. ഈ ഒരു കറുത്ത നിറത്തിലുള്ള ചട്ടി വാങ്ങിക്കാനായിട്ട് എല്ലാവരും നോക്കുക. നല്ല ഹെൽപ്പാണ്. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ചട്ടി വാങ്ങിക്കാൻ പോകുമ്പം കുറച്ച് രൂപ കൂടുതലായിരിക്കും. ഈ നിറത്തിലുള്ള ഇങ്ങനെ ഒരു നന്നായിട്ട് സീസണിങ് ചെയ്ത് തരുന്ന ചട്ടിയാണ്. അവർ തന്നെ കരിച്ച് തരുന്ന ചട്ടിയാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. ഇതൊക്കെ എൻ്റെ കയ്യിൽ വർഷങ്ങളായിട്ടിരിക്കുന്ന ചട്ടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ചെറിയ തട്ടലും പൊട്ടലും ഒക്കെ ഉണ്ട്. പക്ഷേ നല്ലൊരു ചട്ടിയാണ്. അപ്പം നിങ്ങൾ വാങ്ങിക്കുമ്പം ഇങ്ങനെയൊക്കെ നോക്കിയും കണ്ടുമൊക്കെ വാങ്ങിക്കുക. ഇനി ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ കാര്യം പറയാം. നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ സൂക്ഷിക്കാൻ നല്ല സിമ്പിളാണ്. നമുക്ക് അതിൽ എണ്ണ തടവി വെക്കണ്ട, തുരുമ്പെടുക്കൂല, അങ്ങനെ പല കാര്യങ്ങളും അതിനകത്തുണ്ട്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇളകിപ്പോയതിന് ശേഷം അത് ഉപയോഗിക്കരുത്. നോൺ സ്റ്റിക്ക് കോട്ടിങ് ഇളകി കഴിഞ്ഞാൽ പിന്നെ അത് യാതൊരു കാരണവശാലും ഉപയോഗിക്കരുത്. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക.
നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഇളകി കഴിഞ്ഞതിന് ശേഷം അത് ഒരിക്കലും ഉപയോഗിക്കരുത്. അതിൻ്റെ നോൺ സ്റ്റിക്ക് മുഴുവൻ റിമൂവ് ആക്കിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ ഒരു വീഡിയോയും ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.